ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ സെയ്ദ് കുന്നുമ്മൽ. ഞാൻ നിങ്ങൾക്ക് ഇന്ന് വ്യത്യസ്തമായൊരു വീഡിയോ ആണ് കാണിച്ചു തരുന്നത്. മറ്റൊന്നുമല്ല, കുരുമുളക് പുഴുങ്ങുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. എന്തിനാണ് കുരുമുളക് പുഴുങ്ങുന്നതെന്നും പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് നമ്മളെ കുരുമുളക് നമ്മൾ നേരെ കുറച്ച് പറിച്ചങ്ങാണ്ട് നെറ്റിയൊക്കെ കളഞ്ഞതിൻ്റെ ഇതൊക്കെ എടുത്ത് പിന്നെ ഇതിപ്പോൾ പുഴുങ്ങാനുള്ള പരിപാടിയാണ്. കാരണം ഇത് പുഴുങ്ങുന്നതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ നല്ല ക്ലിയറായിട്ട് നമുക്ക് കേട് കൂടാതെ സൂക്ഷിക്കാനും അതുപോലെ തന്നെ നല്ല കളർ കിട്ടാനും ഒക്കെ പുഴുങ്ങുന്നത് നല്ലതാണ്. ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ പറയുന്നത്. ഞാൻ എങ്ങനെ പുഴുങ്ങുന്നതെന്നും പിന്നെ ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. എങ്ങനെ ഉണക്കണം എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നത്, കുരുമുളക് ഉഷാറായിട്ട് 1-ാം നമ്പർ കുരുമുളകായിട്ട് നമുക്ക് ഇത് വിൽക്കാൻ കഴിയും. നല്ല പുഴുങ്ങിയാണ്ട് ഇത് പിന്നെ ഉണക്കി കഴിഞ്ഞാൽ നല്ല കളറിൽ നല്ല ഉഷാറായിട്ട് കിട്ടും. ഞാൻ സാധാരണ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ എങ്ങനെ പുഴുങ്ങലെന്ന് ഞാൻ കാണിച്ചു തരാം വരും. അപ്പോൾ നമ്മൾ പിന്നെ പുഴുങ്ങാൻ കൊണ്ടുപോകുകയാണിത്. ഇതെങ്ങനെ പുഴുങ്ങുന്നത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇതേപോലുള്ളൊരു പിന്നെ കോട്ടൺ തുണി എടുക്കാം. കോട്ടൺ തുണിയിൽ ഇതിങ്ങനെ കുറച്ച് എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ചെടുക്കാം. കുറച്ചെടുത്ത് നമുക്ക് പിടിക്കാൻ കഴിയുന്ന രൂപത്തിൽ, ചെമ്പിൽ കൊള്ളുന്ന രൂപത്തിലുള്ള ഒരളവിലാണ് നമ്മൾ ഇത് എടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ അത് ഇത്രയാണ് എടുക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഒറ്റവട്ടത്തിൽ തന്നെ പുഴുങ്ങി, കാരണം അത് വെള്ളത്തിലിട്ട് പുഴുങ്ങാൻ പറ്റൂല. നമുക്കിത് എങ്ങനെയാണ് പുഴുങ്ങിയെടുക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. എത്ര സമയം പുഴുങ്ങണമെന്ന് കാണിച്ചു തരാം. വരും ചെമ്പിലേക്ക്. അപ്പോൾ ഇതാണ് നമ്മളെ ചെമ്പ്. അപ്പോൾ കണ്ട വെള്ളം തിളച്ച് മറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, ഇതപ്പോൾ ഞാൻ അവിടുന്ന് എടുത്ത കുരുമുളക് ഇതുപോലെ ഇതിലിങ്ങനെ മുക്കുക. ഒരു 1-2 മിനിറ്റ് ഇങ്ങനെ പിടിച്ചിട്ട് ഇതേമാതിരി മുക്കി ഇങ്ങനെ എടുക്കുക. ഒന്നിങ്ങനെ ഇളക്കുക. കണ്ടോ കളർ മാറി. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പൂര ഇത് അവിടെ നമ്മൾ ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പിന്നെ നമ്മൾ ഇതിലിങ്ങനെ ഇവിടെ ഇടുക, കൂട്ടിയിടണം. ഇതിങ്ങനെ കൂട്ടിയിടുക. ഇനി അടുത്തത് പിന്നെ നമ്മൾ അരിയിട്ട് കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ ഇതേമാതിരി ഇപ്പോൾ ഇത് 2-3-4 ട്രിപ്പായിട്ട് ഇതേമാതിരി പുഴുങ്ങണത്. അതിനനുസരിച്ച് സാധനത്തിനുള്ള അതിനനുസരിച്ചാണ്. അല്ലാതെ ഇപ്പോൾ വട്ടത്തിൻ്റെ കണക്കൊന്നുമില്ല. ഉള്ളിനനുസരിച്ച് നമുക്ക് പുഴുങ്ങാൻ കഴിയുന്ന ഓരത്തിലിടണം. അത് എന്താ വെച്ചാൽ, ഇത് ചെമ്പിലൊന്നായിട്ട് ഇട്ടുകൊണ്ട് നമ്മളതിന് വാരാൻ നിൽക്കുമ്പോൾ ഇതിൻ്റെ ടൈം കൂടും. അങ്ങനെ ഓവറായി വാകാനും പാടില്ല. അപ്പോൾ നമ്മൾ പുഴുങ്ങൽ നമ്മളത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അതേമാതിരി ഇത് കൂട്ടിയിടുക. ഇതുപോലെ ഇത് കൂട്ടിയിട്ട് ചൂടാറിയതിൻ്റെ ശേഷം നല്ല വെയിലത്ത് ഒരു 3-4 ദിവസം ഉണക്കുക. നല്ല വെയിലാണെങ്കിൽ 3 ദിവസം മതി. ഏറിയ 4 ദിവസം കൂടി നമുക്ക് നല്ല പ്യുവർ കുരുമുളക് ഒരു കേടും വരില്ല. എത്ര ദിവസം നമ്മൾ വെച്ചാലും പൂപ്പിലോ മറ്റു കാര്യങ്ങളൊന്നും വരില്ല. എനിക്കുണ്ടായ അനുഭവമാണ്. ഇപ്പോൾ വേറെ വിധത്തിൽ ഉണക്കലുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെയാണ് സാധാരണ ചെയ്യൽ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ബൈ.